അമേരിക്കൻ എംബസിക്ക് നേരെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഡ്രോൺ ആക്രമണം ഉണ്ടായത്. 2 ഡ്രോണുകൾ US എംബസി കെട്ടിടത്തിൽ നേരിട്ട് പതിക്കുകയും ചെയ്തു. പിന്നാലെ എംബസിയിൽ തീപിടുത്തമുണ്ടായി. ആക്രമണ സമയത്ത് എംബസിയിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് ആശ്വാസകരം. റിയാദിലേക്ക് 8 ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം ഉണ്ടായി എന്നും സൗദി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ അഫ്താബ് റഹ്മാൻ നൽകും. അഫ്താബ്, എപ്പോഴായിരുന്നു ഈ എംബസി കേന്ദ്രീകരിച്ചുള്ള ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം ഉണ്ടായത്? 2 ഡ്രോൺ എംബസിയിൽ പതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള നാശനഷ്ടമുണ്ടായോ? ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ അറ്റാക്ക് അത് US എത്ര കണ്ട് പ്രകോപിപ്പിക്കുന്നതാണ്? ദിവ്യ, ഇന്ന് പുലർച്ചെയാണ് റിയാദിലെ നയതന്ത്ര കാര്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലയിലുള്ള US എംബസിയിലേക്ക് കൃത്യമായി 2 ഡ്രോണുകൾ പതിച്ചിരിക്കുന്നത്. ഇത് ഏറെ ശ്രദ്ധേയമാണ്. കാരണം അത്രയധികം സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു മേഖല കൂടിയാണ് ഈ ലോകത്തിന്റെ വിവിധ ഇന്ത്യൻ എംബസി ഉൾപ്പെടെയുള്ള വിവിധ എംബസികൾ സ്ഥിതി ചെയ്യുന്ന നയതന്ത്ര മേഖല. ഇവിടേക്കാണ് 2 ഡ്രോണുകൾ എത്തുകയും അത് നേരിട്ട് പതിക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടുകൂടി ഈ എംബസി കെട്ടിടത്തിൽ സ്ഫോടന ശബ്ദമുണ്ടായി. തൊട്ടു പിന്നാലെ അവിടെ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് വലിയ തോതിൽ പടർന്നിട്ടില്ല എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. ഈ എംബസിയിൽ ആ സമയം പ്രത്യേകിച്ച് ഈ മേഖലയിലെ മുഴുവൻ എംബസികളിൽ നിന്നും ജീവനക്കാരെ ഒഴിപ്പിച്ചിരുന്നു നേരത്തെ തന്നെ. അതുകൊണ്ട് തന്നെ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഴുവൻ എംബസി ജീവനക്കാരോടും നിലവിലെ സാഹചര്യത്തിൽ അവരുടെ വീടുകളിൽ തന്നെ തുടരാനാണ് US നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ ആക്രമണത്തിനെതിരെ US രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഇതിനുള്ള മറുപടി നൽകുമെന്നും അവർ ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നിലവിൽ തന്നെ ഇറാനുമായി US യുദ്ധത്തിലായ സാഹചര്യത്തിൽ ഈ ഒരു പ്രതികരണം അത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്. ഏതായിരുന്നാലും ആക്രമണ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ ഇന്നിപ്പോൾ ആകെ 8 ഡ്രോണുകളാണ് റിയാദിന് നേരെ വന്നിരിക്കുന്നത്. അതിൽ ബാക്കിയുള്ള ഏതാണ്ട് 6 ഡ്രോണുകൾ തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. അതിൽ ബാക്കിയുള്ളവ കർജിലേക്കും റിയാദിലേക്കുമാണ് എത്തിയത്. അത് ഏത് ഭാഗത്തെയാണ് ലക്ഷ്യം വെച്ചത് എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ അവ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സംഭവങ്ങളിൽ ആർക്കും പരിക്കില്ല. നമ്മൾ മുമ്പ് എല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാനെ പോലെ തന്നെ വലിയ ഭൂവിസ്തൃതിയുള്ള ഒരു രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് ആകാശത്ത് വെച്ച് തന്നെ തകർക്കുമ്പോൾ വളരെ അപൂർവമായി മാത്രമേ ആളുകൾക്ക് പരിക്കേൽക്കാറുള്ളൂ. മറ്റ് GCC രാജ്യങ്ങളെ പോലെ ചെറിയ രാജ്യങ്ങളില്ലാത്തതിനാൽ അത് ഈ ആളുകൾ താമസിക്കുന്ന മേഖലയിൽ വീഴുന്നത് അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം. ഒരു നാശനഷ്ടമോ ആളപായമോ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാക്കുന്നില്ല എങ്കിലും അത് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. തുടർച്ചയായുണ്ടാകുന്ന ആക്രമണ ശ്രമങ്ങൾ, ഡ്രോൺ പതിക്കുന്നതുമൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങളെ, ആക്രമണങ്ങളെ സൗദി നോക്കിക്കാണുന്നത്? സൗദി അറേബ്യയുടെ പ്രതികരണം എന്താണ് ഇപ്പോൾ വരുന്നത്? ദിവ്യ, ഇതിൽ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഒരു യമൻ യുദ്ധത്തിൽ ഇടപെട്ട ഒരു പശ്ചാത്തലമുണ്ട്. അന്നും യമനെ സഹായിച്ചു കൊണ്ടിരുന്നത് ഇറാനാണ്. ആ സമയത്തും എണ്ണമറ്റ ആക്രമണങ്ങൾ റിയാദിലേക്ക് ഉൾപ്പെടെ ഒപ്പം തന്നെ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നടന്നുകൊണ്ടിരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൃത്യമായും പ്രതിരോധ സംവിധാനങ്ങൾ വളരെ സജീവമായിട്ടുണ്ട്. എങ്കിൽ പോലും ഇത് മറികടന്നുകൊണ്ട് ആക്രമണങ്ങൾ നടക്കാറുണ്ട്. അതിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇപ്പോൾ എംബസിയിൽ നടന്നിരിക്കുന്ന ആക്രമണം. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർ തുടക്കം മുതൽ തന്നെ ഇറാനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ഭൂപ്രദേശമോ മേഖലയോ ഇറാനെതിരായ ഏതെങ്കിലും ആക്രമണത്തിന് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമണം സ്വാഭാവികമായിട്ടും രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് കാരണമാകും എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അത്തരമൊരു പ്രതികരണത്തിലേക്ക് പോയാൽ പോലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ US സഹായത്തോടു കൂടി മാത്രമായിരിക്കും സൗദി അറേബ്യക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു തിരിച്ചടിയിലേക്കോ മറ്റോ പോകുവാൻ സാധിക്കുകയുള്ളൂ. സൗദി അറേബ്യയും ഈ ഇറാനെ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സൈനിക ശക്തിയാണ്. പക്ഷേ അത്തരമൊരു തിരിച്ചടിയിലേക്കോ നേരിട്ടുള്ള ആക്രമണത്തിലേക്കോ ഈ ഒരു ഘട്ടത്തിലും സൗദി അറേബ്യ നീങ്ങും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അത്തരമൊരു നീക്കത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമാകില്ല ഒരു മടങ്ങിപ്പോക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യകൾ എന്ന് വെച്ചാൽ ഇറാന്റെ കടലിന് ഇപ്പുറമുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ വളരെ സെൻസിറ്റീവായ അരാംകോ ഉൾപ്പെടെ സൗദി അരാംകോ ഉൾപ്പെടെ വളരെ സെൻസിറ്റീവായ ഒരു പക്ഷേ അവരുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് പോലും നിലനിൽക്കുന്ന മേഖലകളാണ്. അവിടെ ഉണ്ടാകുന്ന ചെറിയൊരു പ്രയാസം പോലും സൗദിയുടെ സമ്പദ്ഘടനയെ വലിയ രീതിയിലുള്ള ഈ ഓയിൽ ടാങ്കുകൾക്ക് നേരെ അല്ലെങ്കിൽ റിഫൈനറികൾക്ക് നേരെ നടക്കുന്ന ആക്രമണ ശ്രമങ്ങൾ അരാംകോയ്ക്ക് നേരെ നടന്നതൊക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ആക്രമണം തുടർന്നു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകില്ലേ അഫ്താബ്?
തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇന്നലെ റാസ്തനൂറയിലെ ടെർമിനൽ, ആ ടെർമിനൽ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ, ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ടെർമിനലാണ്. എന്ന് വെച്ചാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന, സൗദി അറേബ്യയിൽ വിവിധ മേഖലകളിൽ ഇതുപോലെ തന്നെ അരാംകോയുടെ കയറ്റുമതി ടെർമിനലുകളുണ്ട്. പക്ഷേ ആ കൂട്ടത്തിലെ ഏറ്റവും വലുതിലാണ് ഇന്നലെ ആക്രമണ ശ്രമം നടന്നത്. അതിൽ തന്നെ ലോകത്തേക്ക് വേണ്ട ഏതാണ്ട് 7% കയറ്റുമതി നടക്കുന്ന ടെർമിനലാണത്. പക്ഷേ ആക്രമണം പ്രതിരോധിക്കുകയും അതിന്റെ ഭാഗങ്ങൾ വീണാണ് ഈ പ്ലാന്റിൽ തീപിടുത്തം ഉണ്ടാവുന്നത്. അത് അപ്പോൾ തന്നെ അണക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സുരക്ഷയുടെ ഭാഗമായി അവിടെ ഭാഗികമായി ചില യൂണിറ്റുകളിൽ അവിടെ നിന്നുള്ള ആ യൂണിറ്റുകളുടെ പ്രവർത്തനം ഭാഗികമായി സുരക്ഷാ പരിശോധനകളുടെ ഭാഗമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ തരത്തിൽ സെൻസിറ്റീവായ സോണാണ് ഈ ഇറാൻ തൊട്ടുപുറത്തുള്ള, കടലിനിപ്പുറത്തുള്ള സൗദി അറേബ്യയുടെ തീരപ്രദേശങ്ങളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ആക്രമണത്തിലേക്കോ തിരിച്ചടിയിലേക്കോ നേരിട്ട് പ്രവേശിക്കുക എന്നുള്ളത് ഒരുപാട് ആലോചനകൾക്ക് ശേഷം മാത്രമായിരിക്കും സൗദി അറേബ്യ അത്തരമൊരു നീക്കത്തിലേക്ക് തന്നെ പോവുക. ഇനി പോവുകയാണെങ്കിൽ പോലും ഒരു പക്ഷേ സൗദി അറേബ്യക്ക് US-ന്റെ സഹായം ആവശ്യമായിട്ട് വരും. അത്തരമൊരു സഹായം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നിലവിലെ സാഹചര്യം നമുക്കറിയാം, US തന്നെ നേരിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു യുദ്ധമാണ്. അതുകൊണ്ട് ഇറാൻ തന്നെയും ആഗ്രഹിക്കുന്നത് എല്ലാ കക്ഷികളും ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങുക, ഇതൊരു ഓൾ ഔട്ട് വാറായിട്ട് അല്ലെങ്കിൽ എല്ലാ മേഖലയിലേക്കും ബാധിക്കുന്ന ഒരു യുദ്ധമായിട്ട് മാറുക എന്നുള്ളതാണ്. ഇന്നലെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്, ഇത് ഞങ്ങൾ